ഓം ശ്രീ ഗുരുഭ്യോ നമ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത്തരം ഇൻഫർമേഷൻസ് ഒന്നും യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ പറയാറൊന്നുമില്ല. ഇപ്പോൾ യോഗ ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുന്ന ഒരു ക്ലാസ്സുകൾ മാത്രമാണ് എടുക്കുന്നത്. പിന്നെ കൂടുതലും ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ക്രിയകളൊക്കെ പ്രാക്ടീസ് ചെയ്യാനും മാത്രമല്ല, നമ്മൾ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു റെസ്റ്റുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചികിത്സ ചെയ്യുന്നത് എൻ്റെ നടുവിന് വന്ന പ്രശ്നം കൊണ്ടാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് മുതൽ യോഗാസന മത്സരങ്ങൾക്ക് പോയിട്ട് വളരെ കഠിനമായിട്ടുള്ള ആസനങ്ങൾ ആ മത്സരത്തിൽ എങ്ങനെയും ജയിക്കാൻ വേണ്ടി മാത്രം പല യോഗാധ്യാപകരുടെ അടുത്തു നിന്നും, യോഗാധ്യാപകരെന്ന് പറയുന്ന ആളുകളുടെ അടുത്തു നിന്ന് പോയിട്ട് അവർ ജയിക്കാൻ വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിച്ച് ഓരോ ആസനങ്ങളുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുക, പ്രൈസ് മേടിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പകാലം ആണ്. അപ്പോൾ ആ സമയത്ത് ഓടി നടന്ന് മത്സരിക്കുന്നു. ആസനാസുകളൊന്നും വളരെ ശാസ്ത്രീയമായിട്ടൊന്നും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളുടെ അടുത്തൊന്നല്ല ആസനാസുകൾ പഠിച്ചത്. ഇവിടെ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്ന ഒരാളാണ് ഞാൻ. യോഗ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നടുവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറം വേദന, കഴുത്ത് വേദനയൊക്കെ മാറുകയാണ് ചെയ്യുക. പക്ഷേ ഈ യോഗാസന മത്സരങ്ങൾക്ക് പോയിട്ട് നടുവിൻ്റെ എന്താ പറയുക, എൻ്റെ പണി കഴിഞ്ഞ പോലെ അത്രയും പ്രശ്നം വന്ന് കുറേ കാലം വളരെ വേദന അനുഭവിച്ചതാണ് ഞാൻ. പക്ഷെ അതിന്ന് റിക്കവർ ചെയ്തതും യോഗാസനങ്ങളും അതുപോലെ ക്രിയകളും പ്രാണായാമ രീതികളും മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ്. നമുക്കിതിനോട് ഇത്രയും വിശ്വാസമായതും അത് അങ്ങോട്ട് മാറി. നമുക്കിപ്പോഴും കഴിഞ്ഞ 10 വർഷം വളരെ സുഖമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ ആസനാസുകൾ മാത്രമല്ല, യോഗ ശരിയായിട്ടുള്ള രീതിയിൽ പരിശീലിച്ചപ്പോൾ റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതിനോടൊരു വിശ്വാസമായി. എന്നാൽ ഒരു ധാരണ ഇല്ലാത്ത സമയത്ത്, കാരണം ആശ്രമത്തിലൊക്കെ അന്ന് നിന്നിട്ട് ഇതിൻ്റെ ഫിലോസഫിയും അതുപോലെ കൂടുതൽ അവിടെ മെഡിറ്റേഷൻ, പ്രാണായാമം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനൊക്കെ പഠിച്ചത്. ഈ ആസനാസുകളിൽ നിന്നിട്ട് കുറേ അഭ്യാസങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റം പഠിച്ചിട്ടല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്കൂളുകളിലും അതുപോലെ ഇവിടുത്തെ അസോസിയേഷനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, അപ്പോൾ മത്സരങ്ങൾ തുടങ്ങിയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ബോഡി ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിരവധി യോഗാസന മത്സരങ്ങളിൽ നമ്മളെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ആസനം അതിൽ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അതികഠിനമായിട്ടുള്ള പരിശീലനം, നമ്മുടെ കൂടെ നിൽക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് അതിൽ ജയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇപ്പോൾ ഒരു ഫോർവേഡ് ബെൻഡ് ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ആണെങ്കിൽ അത് മാത്രമാണ് പരിശീലിപ്പിക്കണം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം ദോഷമാണ് അത് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് സൈഡും അത് ചെയ്ത് ബാക്ക്വേഡ് ബെൻഡും ട്വിസ്റ്റിങ്ങും ഹാൻഡ് ബാലൻസിങ്ങും ലെഗ് ബാലൻസിങ്ങും ബാലൻസ് ചെയ്തൊരു റിലാക്സേഷനും കുറച്ച് പ്രാണായാമം മെഡിറ്റേഷൻ രീതികളൊക്കെ ചെയ്തിട്ടാണ് അവസാനിപ്പിക്കണത് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനൊന്നും നേരം കിട്ടില്ല. ഇത് ജയിക്കണം എന്നുള്ളൊരൊറ്റ ചിന്തയിലും ആ നേരത്ത് വല്ല വിക്സോ അല്ലെങ്കിൽ ബാമ് പോലെയുള്ള വേദന സംഹാരികളൊക്കെ മേലിട്ടിട്ട് ചവിട്ടിയിട്ടും ഒക്കെയാണ് തമിഴ്നാട് ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നടുവിലൊക്കെ കീറി നിന്നിട്ട് ഇങ്ങനെ ശരീരം പിടിച്ചുകൊണ്ട് വളയ്ക്കും. മയിലെണ്ണ പോലെയുള്ള എണ്ണയാണ് തേച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വേദന അറിയില്ല, പക്ഷെ ജയിക്കുകയൊക്കെ ചെയ്യും, ട്രോഫിയൊക്കെ കിട്ടും. പക്ഷേ ഈ യഥാർത്ഥത്തിൽ നമുക്ക് ഭയങ്കര ശാരീരിക അസ്വസ്ഥതയാണ് ഉണ്ടാവണേ. നമ്മുടെ എനർജിയും പോവുകയാണ്, മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാവണം. അപ്പോൾ അത് ഞാനിത് അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദയവ് ചെയ്തിട്ട് കുട്ടികളെ യോഗാസന മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്ന സമയത്ത് അവരെ പരിശീലിപ്പിക്കാൻ വിടുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റണം. അത് വെറുതെ ഒരു മത്സരത്തിന് വേണ്ടി മാത്രം, ട്രോഫി കിട്ടാൻ വേണ്ടി മാത്രം പരിശീലിപ്പിക്കുന്ന അധ്യാപകരുടെ അടുത്തേക്ക് കുട്ടികൾ ദയവ് ചെയ്ത് പോകരുത്. കാരണം അപ്പോൾ ഒന്നും അറിയില്ല. അത് ഒരു കുറേ കൊല്ലങ്ങൾ കഴിയണം. ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40-45 വയസ്സ് ആകുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എനിക്കൊക്കെ ഒരു 40 വയസ്സിന് ശേഷം തന്നെയാണ് ഞാൻ ശരിക്കും അനുഭവിക്കാൻ തുടങ്ങിയത്. എനിക്ക് 45 വയസ്സ് ആയി.
അപ്പം ഞാനിപ്പോൾ വർഷത്തിൽ ശരിയായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ പ്രാണായാമ റിലാക്സേഷൻ ടെക്നിക്സുകളൊക്കെ ക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ബാലൻസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ചെറിയ പ്രായത്തിൽ അതികഠിനമായിട്ട് ഈ മത്സരങ്ങൾക്ക് വേണ്ടി ശരീരത്തിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്ന അറിവുള്ള ഒരു അധ്യാപകരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അത്ര ഇതിൽ വലിയ ക്വാളിഫൈഡ് ആണ് എന്ന് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഇവർ പറയണതനുസരിച്ചിട്ടാണ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരിക്കലും യോഗാസന കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കുട്ടികളെ അതികഠിനമായിട്ട് ഈ ഒരു ആസനം മാത്രം ഫോക്കസ് ചെയ്ത് പരിശീലിപ്പിക്കരുത്. നമ്മളൊക്കെ മത്സരങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു യോഗാസനം പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആസനാസുകളും അതുപോലെ തന്നെ ഫോർവേഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്ക്വേഡ് ബെൻഡും ട്വിസ്റ്റിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിലാക്സേഷനൊക്കെ ചെയ്തിട്ടാണ് പരിശീലന സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടാണ് നമ്മുടെ ചെറിയ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ മത്സരങ്ങൾ. ഞാനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് വളരെ ലളിതമായിട്ടുള്ള യോഗാസനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് നമ്മൾ യോഗാസന മത്സരങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. മുന്നേ എല്ലാറ്റിലും ഇറങ്ങിയിരുന്നു, എല്ലാറ്റിലും കുട്ടികളെ പങ്കെടുപ്പിച്ചിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യണില്ല. ചെയ്യാതിരിക്കാനുള്ള കാരണം, ഇപ്പോൾ കോമ്പറ്റീഷൻ തന്നെ, യോഗാസന കോമ്പറ്റീഷൻ തന്നെ ഇപ്പോൾ ഞാൻ നടത്താറില്ല. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. കാരണം തെറ്റായ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് അവർക്ക് വരുന്ന ഭവിഷ്യത്തുകൾ ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാനൊക്കെ. എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല മത്സരങ്ങളിലും പ്രൈസ് കിട്ടാൻ വേണ്ടി അസോസിയേഷന് വേണ്ടി എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് യോഗാസന മത്സരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ പരിശീലിക്കുന്നുണ്ടെങ്കിൽ അറിയാവുന്ന മാസ്റ്ററുടെ അടുത്ത് ദയവ് ചെയ്ത് പോവുക. കാരണം പ്രത്യാഘാതങ്ങൾ വളരെ കഠിനമായിരിക്കും, ദുസ്സഹമായിരിക്കും. അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇതൊരു അനുഭവമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ നല്ലൊരു സാധ്യതയുള്ള നല്ലൊരു സബ്ജക്റ്റാണ് ഈ വിദ്യ. ആ വിദ്യ പ്രചരിക്കും തോറും അതിൽ മാലിന്യങ്ങൾ കൂടുതൽ കടന്നു കയറാൻ സാധ്യതയുണ്ട്. അത് ഏത് വിദ്യയിലും അതെ. അതേപോലെ തന്നെ ചില പുഴുക്കുത്തുകൾ ഈ വിദ്യ പരിശീലിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതിനെ ശരിയായ രീതിയിൽ വെച്ചാൽ ഒരു പണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി, പ്രശസ്തിയോ എന്തായിക്കോട്ടെ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് ചെയ്യണത്. കാണുമ്പോൾ സങ്കടമുണ്ട്, അപ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അനുഭവം ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ഇതിൽ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. താഴെ കമൻറ്റ് ബോക്സിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ചെയ്യുന്ന കോഴ്സുകൾ യോഗ അലയൻസ് ഇൻ്റർനാഷണലിൻ്റെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആയുഷിൻ്റെ കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നില്ല, നിർത്തി. SRC ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ നിരവധി കോഴ്സുകൾ ചെയ്തിരുന്നു. ഈ യൂണിവേഴ്സിറ്റി കോഴ്സുകളൊക്കെ യോഗ റിലേറ്റഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. യോഗ അലയൻസ് ഇൻ്റർനാഷണലിൻ്റെ കോഴ്സ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കോഴ്സുകളാണ് ചെയ്തു തരുന്നത്, യോഗ തെറാപ്പി. പിന്നെ നമ്മളൊരു ആയുർവേദ ചികിത്സാലയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ഇതേപോലെ ഇപ്പോൾ എനിക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആസനാസുകളൊക്കെ തെറ്റായ രീതിയിൽ ചെയ്തിട്ട് എൻ്റെയും നടുവും അതുപോലെ ശരീരത്തിനൊക്കെ അസ്വസ്ഥത വന്നിട്ടുണ്ട്. അപ്പോൾ ചികിത്സ നമുക്കും വേണം. കാരണം യോഗേന ചിത്തസ്യാനും പഥേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേനാം യോഭാകരോത്തം പ്രഭരം മുനീനാം പതഞ്ജലി പ്രാഞ്ജലി രാണദോസ്മി എന്നാണ് നമ്മുടെ ഗുരുസ്തുതി. പതഞ്ജലി മഹർഷിയെ സ്തുതിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ ഒരു വൈദ്യൻ്റെ സഹായത്തിലാണ് നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത്. യോഗ കൊണ്ട് ചിത്തശുദ്ധിയാണ് യോഗയുടെ ലക്ഷ്യം. ചിത്തശുദ്ധിയാണ്. അപ്പോൾ യോഗേന ചിത്തസ്യാനും വ്യാകരണം കൊണ്ട് ഭാഷയെ ആണ് പതഞ്ജലി മഹർഷി. അതുപോലെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ ഒരു വൈദ്യൻ്റെ സഹായത്തിൽ തന്നെയാണ് നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ യോഗ ചെയ്താൽ സർവ്വരോഗങ്ങളും മാറും എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയും വേണ്ട. അത് യോഗ എന്ന് പറയുന്നത് രോഗങ്ങൾ പലതും നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. ശരിയായ രീതിയിൽ പരിശീലനം ചെയ്യുകയാണെങ്കിൽ, തെറ്റായ രീതിയിലാണ് പരിശീലനം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നന്നായി അനുഭവിക്കേണ്ടി വരും. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നല്ല ഇൻസ്ട്രക്ടേഴ്സിൻ്റെ അടുത്ത് പഠിക്കുക.
പിന്നെ ഈ പല പല ആപ്പുകളിലൂടെയും പല പല അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേശ്ശെ കേട്ടിട്ട് അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകളുടെ അടുത്തൊന്നും ദയവ് ചെയ്ത് പഠിക്കാൻ പോരുത്. അവർക്കൊന്നും ഒരു അനുഭവം ഇല്ല, ഒന്നുമില്ല. ഒരുപാട് ആളുകൾ ഇത് ഇങ്ങനെ തെറ്റായ രീതിയിൽ പഠിച്ചിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ നേരിൽ ഇപ്പം ഇങ്ങനെ കാണുക, അവർക്ക് ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കുറച്ചൊക്കെ ശരിയാക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഈ സന്ദേശം ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക. കൂടുതൽ അറിയണമെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.